പക്ഷേ ഞാനിപ്പോൾ ഓടിച്ച രീതിക്ക് ഓടിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് മൈലേജ് കിട്ടത്തില്ല, 100% മൈലേജ് കിട്ടില്ല. ഈ ഒരു കയറ്റം നമ്മൾ നേരത്തെ ഒരു ഡിസയർ വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കയറ്റത്തിൽ ഞാൻ ജസ്റ്റ് വാഹനം ഒന്ന് നിർത്തുകയാണ്. നിർത്തി കഴിഞ്ഞ് ഫസ്റ്റ് ഗിയർ ആസിറ്റീസ് ഫസ്റ്റിലിടുന്നു. യെസ്, ഒരു 6000 RP കയറ്റി ഒരു 50 കിലോമീറ്റർ സ്പീഡ്, 25 കിലോമീറ്റർ ഞാൻ ഓടിച്ചു നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഏതായാലും വാഹനം. പിന്നെ ചില കാര്യങ്ങൾ എനിക്കിതിനകത്ത് വ്യക്തമായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോണ്ട അമേസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റിവ്യൂ മാത്രം സാധിച്ചുള്ളായിരുന്നു, ഒരു ടെസ്റ്റ് ഡ്രൈവ് നോക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവാണ്. ഇതൊരു CVT വാഹനമാണ്, ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനാണ്. CVT വാഹനം അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓട്ടോമാറ്റിക് വാഹനത്തിന് പ്രത്യേകിച്ച് ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ മാനുവൽ വാഹനം, ഏതൊരു മാനുവൽ വാഹനം എടുത്ത് നമ്മൾ ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആ വാഹനത്തിന് എന്തെങ്കിലും എഞ്ചിൻ ലാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഒരു മാനുവൽ ഹോണ്ട അമേസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ച് നോക്കി എങ്ങനെയുണ്ട് അതിൻ്റെ റോഡ് പ്രസൻസും നമ്മുടെ ഡ്രൈവിംഗ് രീതിയും ഒരു റവ് ചെയ്തൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. യെസ്, അപ്പം നമുക്ക് ഏതായാലും ഒരു ടെസ്റ്റ് ഡ്രൈവ് ഇടാം. രണ്ട് സൈഡ് നോക്കി പതുക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഒരു 4 കിലോമീറ്ററോളം ഏറെക്കുറെ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ 4 കിലോമീറ്റർ ഒന്നുമല്ല, കുറച്ചുകൂടെ ദൂരം നമുക്ക് ഓടിക്കാം. അതുപോലെ നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നൊരു കയറ്റം കയറ്റിയെന്ന് നോക്കാൻ പോവുകയാണ്. നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഈ ഒരു കയറ്റം നമ്മൾ നേരത്തെ ഒരു ഡിസയർ വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കയറ്റത്തിൽ ഞാൻ ജസ്റ്റ് വാഹനം ഒന്ന് നിർത്തുകയാണ്. നിർത്തി കഴിഞ്ഞ് ഫസ്റ്റ് ഗിയർ ആസിറ്റീസ് ഫസ്റ്റിലിടുന്നു. ക്ലച്ച് ചെയ്യുന്ന പതുക്കെ ഞാൻ കാലെടുക്കുകയാണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്, നല്ലൊരു കാര്യം. ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് വാഹനം പുറകോട്ട് പോകുന്നില്ല. 3 സെക്കൻഡ് അത് കഴിഞ്ഞ് ബാക്കിലോട്ട് പോയി. ഞാൻ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് ഞാൻ പതുക്കെ കാലെടുത്ത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കുകയാണ്. ഇപ്പം വാഹനം വൈബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. യെസ്, പക്ഷേ കയറുന്നുണ്ട്. ഓക്കെയാണ്. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നേ ഇല്ല, ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, ക്ലച്ച് ഫ്രീ ആക്കി. ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ വാഹനം ഇപ്പോൾ കയറിപ്പോകുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളൊരു 3 സിലിണ്ടർ വാഹനം ഓടിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു വൈബ്രേഷൻസ് നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല. എൻജിൻ നോക്കിംഗ് ഇല്ല, അതൊക്കെ ഓക്കെ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3000 വരെ റവ് ചെയ്തിട്ടാണ് സെക്കൻഡിലോട്ടിട്ട്. പുള്ളിങ് കിട്ടുന്നുണ്ട്, വലിച്ചു കയറി പോകുന്നുണ്ട്. ഓക്കെ എന്നൊരു ഫീല് മാത്രം. ഇനി ഒരു നല്ലൊരു റോഡിൽ, അതായത് ഒരു ഹൈവേ റോഡിലും കൂടെ ഉള്ളൊരു പെർഫോമൻസ് കൂടെ നോക്കാം. ഒരു കയറ്റം കയറിയാൽ എങ്ങനെയുണ്ടെന്ന് എൻ്റെ കൂടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് ഞാൻ പറയാം. പക്ഷേ ഒരു ഐഡിൽ അതല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ സ്പീഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 0 to 20 ഒക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു സെക്കൻഡ് ഗിയറിലിട്ട് ഒരു കയറ്റം കയറുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഫീൽ ചെയ്യും. അതായത് ഒരു പവർ ലാഗ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റേതായ ഒരു ഔട്ട്പുട്ട്, അതായത് 4 സിലിണ്ടർ 1.2 എഞ്ചിനാണ്. ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും എനിക്കത് ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ലൈഫ് തന്നെയാണ്. കാരണം ഈ ഒരു വാഹനത്തിന് കിട്ടുന്ന എഞ്ചിൻ ലൈഫ് ശരിക്കും 10 years ആണ് എഞ്ചിൻ ലൈഫ് പറയുന്നത്. അതായത് 10 years വാറണ്ടി പറയുന്നുണ്ട്. 10 years കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്, 10 years വാറണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു രീതിക്കാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് നല്ലൊരു വഴിയും കൂടെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം. ഒരു 4 സിലിണ്ടർ എഞ്ചിനും ഒരു 3 സിലിണ്ടർ എഞ്ചിനും തമ്മിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഡിഫറൻസ്, ഞാൻ മിക്ക വീഡിയോസിലും പറയുന്ന പോലെ ഒരു വൈബ്രേഷനാണ്. അതായത് എഞ്ചിൻ വൈബ്രേഷൻ ഡാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശരിക്കും ബുദ്ധിമുട്ടും ഒരു 3 സിലിണ്ടർ വരുന്ന സമയത്ത്. കാരണം ഒബ്വിയസ്ലി അവിടെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ആകും, കാരണം ഫയറിംഗ് ഓർഡർ ആ ഒരു രീതിയാണ് വരുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് ഒരു 4 സിലിണ്ടർ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഒട്ടും ഫീൽ ചെയ്യാത്തതിൻ്റെ കാര്യം ബാലൻസ്ഡ് ആയിട്ടാണ് അവിടെ ഫയറിങ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു സിറ്റി ട്രാഫിക്സിലോ അല്ലെങ്കിൽ നിർത്തി നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് എടുക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഒട്ടും ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ ഈ വാഹനം എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ, അതായത് ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ആ ഒരു ജെർക്കിങ്ങിൻ്റെ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കത്തില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീച്ചറാണ്. കാരണം ലെയിൻ നമുക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആരിലൊക്കെ കയറി വരുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ 360 ഇവിടെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇനിഷ്യൽ സ്പീഡ് നോക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്. ഏകദേശം RPM ഒക്കെ 0, വണ്ടിയുടെ സ്പീഡ് 0 ആണ്. ഇനിയിപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റവ് ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് ഗിയർ തന്നെ മാക്സിമം എത്ര വരെ നമുക്ക് കയറ്റിക്കൊണ്ടുപോകാൻ പറ്റും. യെസ്, ഒരു 6000 RPM കയറ്റി ഒരു 50 കിലോമീറ്റർ സ്പീഡ്, 5000, 70, തേർഡ് ഗിയർ 81. ഏതായാലും ഒരു രക്ഷയില്ല. നല്ല രീതിക്ക് നമ്മൾ കാല് കൊടുക്കാമെങ്കിൽ, അതായത് RPM കയറ്റി ഓടിക്കുക എന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ എഞ്ചിന് ഒരു ലാഗ് കൊണ്ടും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നോർമൽ രീതിക്ക് ഓടിക്കുകയാണെങ്കിൽ, അതായത് വളരെ സാധാരണ രീതിക്ക് നമ്മൾ ഈ വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ വാഹനത്തിൻ്റെ എഞ്ചിന് പവർ ഇല്ല. പലരും കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്, അതായത് ഈ വാഹനത്തിൻ്റെ എഞ്ചിന് പവർ ലോസ് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും എനിക്കൊരു പവർ ലോസ് അല്ല തോന്നുന്നത്, കാരണം നമ്മൾ ആ ഗിയർ ഷിഫ്റ്റിങ്ങിൽ വരുന്ന രീതിയുടെ പ്രശ്നം കൊണ്ടാണ്. പക്ഷേ ഞാനിപ്പോൾ ഓടിച്ച രീതിക്ക് ഓടിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് മൈലേജ് കിട്ടത്തില്ല. 100% മൈലേജ് കിട്ടില്ല, പവർ കിട്ടും. പക്ഷേ പവറും മൈലേജും കൂടെ ഒന്നിച്ച് കിട്ടുമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും കിട്ടത്തില്ല. നിങ്ങൾക്ക് പവർ വേണമെന്നുണ്ടെങ്കിൽ പവറിൽ ഓടിക്കാൻ സാധിക്കും. അത് ഈ പറയുന്ന പോലെ RPM നന്നായിട്ട് കയറ്റി ഓടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. പക്ഷേ നല്ല രീതിക്ക് മൈലേജ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ രീതിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആ ഒരു സ്പീഡ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുകയെങ്കിൽ നല്ല അടിപൊളി രീതിക്ക് ഈ ഒരു വാഹനത്തിന് മൈലേജ് കിട്ടും. ഏകദേശം 19, 18 വരെയൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതൊരു നോ ഡൗട്ട് കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് ശരിക്കും ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു മിഡിൽ ഏജ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. കാരണം വലിയ സ്പീഡില്ല, ഈ അഡാസ് ഫീച്ചർ ഉണ്ട്. പക്ഷേ അഡാസ് ഫീച്ചർ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒന്നും റോഡിൽ എനിക്ക് തോന്നുന്നില്ല വലിയൊരു യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഡിപ്പെൻസ്, കാരണം നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല. റോഡൊക്കെ ചിലപ്പോൾ നല്ല രീതിക്ക് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അഡാസൊക്കെ വെച്ച് നമുക്ക് സുഖമായിട്ട് ഓടിച്ച് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് ആ ഒരു രീതിക്കും വാഹനം നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഇതൊരു ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്തതാണ് ഈ വാഹനം ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സ്പീഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ സ്പീഡ് വെച്ച് ഇത് വേരി ചെയ്ത് തന്നെയാണ് വാഹനം ഓടുന്നത്. ഞാൻ 56 സ്പീഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 53, 52, 51 ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല. ഓക്കെ, ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് അത് ബ്രേക്ക് ചെയ്താണ് പോകുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഈ ആക്സിലറേറ്റർ കൊടുക്കാനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് സെറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. എനിക്കിഷ്ടമുള്ള രീതിക്ക് ഞാനിവിടെ സെറ്റ് ചെയ്തു. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത്, അതായത് ഒരു ഏകദേശം ഒരു ഗ്യാപ്പ് ഒക്കെ ഇട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വരുന്നൊരു ബുദ്ധിമുട്ടും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്കൊരു വാഹനം ഓവർടേക്ക് ചെയ്ത് കയറി വന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ബ്രേക്കിംഗ് വാഹനം ഇടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതുപോലത്തെ ഒരു വഴിയിൽ നമുക്ക് ആർക്കും ഇത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒരു പരീക്ഷണം എന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം കാണിച്ചത്. ആരും ഇങ്ങനത്തെ ചെറിയ വഴിയിലൊക്കെ ഇത് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഹൈവേസിലൊക്കെ പോകുന്ന സമയത്ത് മാത്രം ഇത് യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ബാക്കിലത്തെ ഡ്രൈവ് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് അറിയാം. ഏതായാലും ഞാൻ പുറകോട്ട് ഇറങ്ങിയിരുന്നു. നല്ല രീതിക്ക് ഇതിൻ്റെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു കാര്യമാണ്. ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ഇനി ഓവറോൾ ഒരു ആംറസ്റ്റും കൂടെ വരുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ നല്ല സുഖമായിട്ട് കൈയൊക്കെ വെച്ച് ഇങ്ങനെ നല്ല അടിപൊളി ജാങ്കോ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. റിയർ AC വെൻ്റ് അത്യാവശ്യം കംഫോർട്ട് സോണും കാര്യങ്ങളൊക്കെ കൂട്ടുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺ ചെയ്തിടാം. പക്ഷേ സ്പീഡ് നമുക്ക് ഫ്രണ്ടിൽ വേരി ചെയ്യുന്ന പോലെയാണ്. സ്പീഡ് ഫ്രണ്ടിൽ കൂട്ടിയിട്ടാൽ മാത്രമേ ഇവിടെ നമുക്ക് സ്പീഡിൻ്റെ കാര്യത്തിൽ ഓക്കെ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഇതിൻ്റെ ഹോണ്. അത് പൊതുവേ ഇപ്പം ഞാൻ ഏതൊരു വാഹനം എടുത്ത് പറഞ്ഞാലും ചില കമ്പനീസ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചില കമ്പനീസ് ഒരു ഓഡ് സൗണ്ടാണ്. ഇതൊക്കെ ഈ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഹോൺ മാറേണ്ട ഒരു ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മോശമായിട്ടുള്ള വഴി കൂടെ ഓടിച്ച് നോക്കാം. സസ്പെൻഷൻ സൈഡൊക്കെ എങ്ങനെയുണ്ടെന്നും കൂടെ ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത്യാവശ്യം സ്റ്റിഫ് സസ്പെൻഷനാണ്. ഒത്തിരി സോഫ്റ്റാന്ന് പറയാൻ പറ്റില്ല. ഇത് അധികം ഓടിയൊരു വാഹനമല്ല. 2000 കിലോമീറ്റർ കഷ്ടി.
നോക്കാനാണെങ്കിൽ ഒരു ഓക്കെ സസ്പെൻഷൻ ഫീൽ, ഭയങ്കര ഒരു അതെന്ന് ഞാൻ പറയില്ല, ഓക്കെ, ബട്ട് കമ്പാരിറ്റീവ്ലി ഓക്കെ ആണ്. അധികം സ്മൂത്താണെന്നും പറയുന്നില്ല. യെസ്. അപ്പോൾ ഏതായാലും ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. ഏകദേശം ഒരു 10-25 കിലോമീറ്റർ ഞാൻ ഓടിച്ചു നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഏതായാലും വാഹനം. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഒരു ഒത്തിരി പവർഫുള്ളായിട്ട് നമുക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാഹനത്തിലോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഐഡിൽ അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ പവർ എപ്പോഴും കുറച്ച് കുറവായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യും. ഒരു 2500 മേളിൽ റവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം കുറച്ചൊരു പവർ ലാഗ് നമുക്ക് സ്വാഭാവികമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എനിക്ക് കുറേ കൂടി ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നല്ലൊരു സിറ്റിയിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ലൊരു കുത്തനുള്ളൊരു കയറ്റമൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ചിൽ നിന്നും പതുക്കെ കാലെടുത്ത് കഴിഞ്ഞാൽ ഈ വാഹനം പതുക്കെ ക്ലൈംബ് ചെയ്ത് പോകുന്നതായിരിക്കും. അത് നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അതേ സ്ഥാനത്ത് പല 3 സിലിണ്ടർ വാഹനങ്ങൾക്കും നമുക്ക് ഈ ഒരു കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു എഞ്ചിൻ്റെ ഒരു നോക്കിംഗ് സൗണ്ടും കാര്യങ്ങളൊക്കെ കയറി വരും കുറച്ച് ലോഡ് വരുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യം കൊണ്ട് ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഞാൻ റവ് ചെയ്ത് നോക്കി. റവ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് നമുക്ക് ആ പവർ കയറി വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും 2500 മേളിൽ RPM ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു പവറിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ മാത്രം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി അഡാസിൻ്റെ ഫീച്ചേഴ്സൊന്നും നമ്മുടെ ഇവിടുത്തെ റോഡിൽ നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും കുറേ കൂടെയൊക്കെ ലോങ് ഡ്രൈവ് എപ്പോഴെങ്കിലും ഓടിക്കാനൊക്കെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ആയിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക.